സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചൊരു കേസാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പേരാമ്പ്ര സ്വദേശി രജനി മരിച്ചത് ചികിത്സ വൈകിയത് കാരണമെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. ശരീരവേദനയുമായി ആശുപത്രിയിലെത്തിയ യുവതിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് നൽകിയതെന്ന് കുടുംബം ആരോപിക്കുന്നു. യഥാർത്ഥ രോഗം കണ്ടുപിടിക്കാനോ അതിനുള്ള ചികിത്സ നൽകാനോ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കഴിഞ്ഞില്ലെന്നും ഇതാണ് മരണത്തിന് ഇടയാക്കിയതെന്നും ആരോപണമുണ്ട്. ഇത്രയും അവശയായ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അവശയായ ഒരാൾക്ക് ഒരു ഡ്രിപ്പ് പോലും ഇവർ നൽകിയിട്ടില്ല. ന്യൂറോളജി ആൾക്കാരും പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല. അങ്ങനെ തൊട്ടടുത്ത 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ രോഗി വല്ലാതെ അവശ്യ നിലയിലേക്ക് പോയി. ഓരോ ഭാഗങ്ങളും അതായത് വീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബോഡി മൊത്തം വീക്കായി പോയി. കാലിൽ ഒരു ചെരുപ്പ് പോലും ഇടാൻ പറ്റാത്ത രീതിയിലേക്ക് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ രോഗി അലറി വിളിക്കുകയാണ്, എന്നെ ഒന്ന് നോക്ക് ഡോക്ടറെ എന്നും പറഞ്ഞിട്ട്. അപ്പം മറ്റൊരു രോഗിയെ നോക്കാൻ വന്ന ഡോക്ടർ ഈ പേഷ്യൻറ്റിനെ നോക്കുകയും ന്യൂറോളജി വിഭാഗത്തിലേക്ക് റെഫർ ചെയ്ത് അന്ന് തന്നെ ഇവിടെ അഡ്മിഷൻ കാണിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ICUലേക്ക് റെഫർ ചെയ്തത്. ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ആൾ മൊത്തം വീക്കായി പോയിരുന്നു. വെന്റിലേറ്ററിലാണ് പിന്നെ ഉണ്ടായിരുന്നത്. ഭർത്താവിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരം ചികിത്സാ പിഴവുകൾ ഒരു പുതിയ സംഭവമല്ല. കാരണം ചികിത്സാ പിഴവ് മൂലം നിരവധി രോഗികളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല, അതുപോലെ ICU പീഡന കേസ്, ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച സംഭവം, അങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ ഈ സമീപകാലത്ത് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നു കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഈ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലം ഒരു രോഗിയുടെ, ഒരു സ്ത്രീയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. നവംബർ 4-നാണ് ഈ പേരാമ്പ്ര സ്വദേശി രജനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നാവിന് തരിപ്പും കാലിന് കഠിനമായ വേദനയുമായിരുന്നു. എന്നാൽ മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് ഡോക്ടർ നൽകിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇതുമൂലം അവരുടെ ആരോഗ്യനില വഷളാകുന്നു. പിന്നീട് ചികിത്സ തുടർന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കെതിരെ ഉയരുന്നത്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. എന്താണ് ഈ കേസിൽ ബന്ധുക്കൾ ആരോപിക്കുന്നത്? ടോമോ, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരാമ്പ്രയിൽ നിന്നുള്ള പോലീസ് സംഘമടക്കം സ്ഥലത്തെത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരുന്നു. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടു ലഭിക്കും. ഇതിനുശേഷം ഒരുപക്ഷെ വലിയ പ്രതിഷേധം അലയടിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ആശുപത്രിയിലുള്ളത്. കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഇവിടേക്ക് എത്തും. BJP പ്രവർത്തകർ രാവിലെ തന്നെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിനുശേഷം ഈ ഭൗതിക ശരീരം കിട്ടിയാൽ പ്രതിഷേധമുണ്ടാവുമെന്ന സൂചനകൾ തന്നെയാണുള്ളത്. വലിയ പോലീസ് സന്നാഹം മെഡിക്കൽ കോളേജിലും സമീപ പ്രദേശങ്ങളിലും വിന്യസിച്ചിട്ടുമുണ്ട്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ പിഴവ് എന്നത് ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. പലപ്പോഴും ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നില്ല എന്ന പരാതി ഉയരാം. നമുക്കറിയാം, ഈ ഹർഷീനയെ പോലുള്ള ആളുകൾ, ഹർഷീന ദിവസങ്ങളോളമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുന്നിൽ തൻ്റെ ശസ്ത്രക്രിയ നടന്നപ്പോൾ ഒരു കത്രിക ഉള്ളിൽ മറന്നുവെച്ചു എന്ന് ആരോപിച്ച് സമരം നടത്തിയത്. പിന്നീട് വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും ഒരു പരിഹാരവും ഈ ആശുപത്രിയിൽ നിന്ന് ഉണ്ടാകുന്ന പിഴവുകളിൽ ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത. കഴിഞ്ഞ ദിവസവും അശ്വിൻ എന്ന യുവാവിൻ്റെ മജ്ജയ്ക്ക് പരിക്കേറ്റവുമായി ബന്ധപ്പെട്ട്, കാലിന് പരിക്കേറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ എത്തിച്ചപ്പോൾ ചികിത്സ നിഷേധിക്കപ്പെട്ടു. പിന്നീട് ഗുരുതരമായ രീതിയിലേക്ക് എത്തുകയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ നിരന്തരം ഈ ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്ന ഒരിടമായി മെഡിക്കൽ കോളേജ് മാറുന്നു എന്നത് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് 39 വയസ്സുള്ള വീട്ടമ്മ. 3 മക്കളുള്ള 14 വയസ്സുള്ള 3 മക്കളുള്ള ഒരു വീട്ടമ്മയ്ക്കാണ് ജീവനഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 4-ന് ആദ്യം ആശുപത്രിയിൽ എത്തിയെങ്കിലും ശരീരവേദനയും മരവിപ്പ് അടക്കമുള്ള ചില രോഗലക്ഷണങ്ങളോടുകൂടിയാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയത്. പക്ഷേ താൽക്കാലികമായ ചില മരുന്നുകൾ നൽകി 2 ആഴ്ച കഴിഞ്ഞ് ന്യൂറോ വിഭാഗത്തിൽ OPയിൽ കാണിക്കണമെന്ന് പറഞ്ഞ് അവരെ അയക്കുകയായിരുന്നു. വീട്ടിലെത്തിയ ശേഷം പിന്നീട് വേദന കലശലാവുകയും നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ടായി.
ഉണ്ടായി. അതിനുശേഷം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയെങ്കിലും കൃത്യമായൊരു ചികിത്സ ഒരിടത്തൊന്നും ലഭ്യമായില്ല. ഓർത്തോ വിഭാഗത്തിലെത്തുമ്പോൾ മറ്റു ജനറൽ മെഡിസിനിലേക്ക് വിടുന്നു, ജനറൽ മെഡിസിനിൽ വിടുമ്പോൾ മറ്റു ഭാഗത്തേക്ക് വിടുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ആരോഗ്യനില കൂടുതൽ മോശമാവുന്ന അവസ്ഥയിലേക്ക് വരികയും പിന്നീട് വെന്റിലേറ്റർ സൗകര്യമടക്കമുള്ള അല്ലെങ്കിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി ശ്വസനം നടക്കുന്ന രീതിയിലേക്കുമൊക്കെ മാറിയത്. അതിനുശേഷം ഇന്ന് ആ യുവതി ജീവൻ നഷ്ടമാവുന്ന അവസ്ഥയുള്ളത്. കൃത്യമായൊരു തീർച്ചയായും അനീഷ് സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയുടെ ചികിത്സാ പിഴവാണ് എന്ന കാര്യത്തിൽ ആ രീതിയിൽ തന്നെയാണ് ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? മാത്രമല്ല ഇപ്പോഴും ബന്ധുക്കൾ, ഈ സ്ത്രീയുടെ ബന്ധുക്കൾ, മരിച്ച സ്ത്രീയുടെ ബന്ധുക്കൾ ഇപ്പോഴും അവിടെ പ്രതിഷേധിക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നില്ലെങ്കിൽ പോലും മോർച്ചറിക്ക് സമീപം ബന്ധുക്കളൊക്കെ ഉണ്ട്. ആശുപത്രി സൂപ്രണ്ട് നമ്മൾ ഇക്കാര്യം എന്താണ് വിശദീകരണമെന്ന് ചോദിക്കാൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ഫോണിൽ വിളിച്ചപ്പോൾ 2 വാക്ക് മാത്രമാണ് പറഞ്ഞത്. ഈ അസുഖത്തിന് ചികിത്സയിലായിരുന്ന രോഗിയാണിവർ. പക്ഷേ പെട്ടെന്ന് ന്യൂമോണിയ ബാധിതയായി, അതേ തുടർന്നുള്ള കാരണങ്ങളാണ് മരണത്തിലേക്ക് വന്നത്. പക്ഷേ ഈ ചികിത്സാ നിഷേധം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായി രോഗനിർണയം നടന്നില്ലോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ബന്ധുക്കളുടെ പരാതിയിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിക്കുന്നുവെന്ന് മറുപടി മാത്രം 2 വാക്കുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. ഇതാണ് ആശുപത്രിക്കാർ ചോദിക്കുമ്പോൾ കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിയും. ഇതുവരെ തയ്യാറായില്ല. കാരണം സൂപ്രണ്ടിൻ്റെ അടുത്ത് ഒരു 3-4 തവണ പോയിരുന്നു. വ്യക്തമായൊരു റിസൾട്ട് സൂപ്രണ്ട് തന്നില്ല. ഇന്ന് അത് രേഖാമൂലം അതിൻ്റെ ഒരു പേപ്പർ ഇവർക്ക് കൊടുക്കാമെന്നാണ് ഇന്നലെ സൂപ്രണ്ടിനെ കണ്ടപ്പം പറഞ്ഞത്. പക്ഷേ അത് ഇതുവരെ കിട്ടിയിട്ടില്ല സംഭവം. ഇതൊരു വല്ലാത്തൊരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ 3 കുട്ടികളാണ്, ചെറിയ മക്കളാണ്, 9ാം ക്ലാസ് പഠിക്കാനും 3 ആൺകുട്ടികളാണ്. അപ്പോൾ ഇവരെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണെങ്കിൽ സർക്കാർ അതിന് ഉചിതമായ നടപടി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവർക്കെതിരെ നടപടി എടുക്കുകയും വേണം. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ഏറ്റെടുക്കണം. കാരണം ഇന്ന് ഇവന് സംഭവിച്ച് നാളെ മറ്റുള്ള ആർക്കും ഇത് സംഭവിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് ഇവന് സംഭവിച്ചു, ഇത് നാളെ വേറൊരാൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെതിരെയുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പേരാമ്പ്ര സ്റ്റേഷനിൽ FIR തയ്യാറാക്കി അവരെ പോലീസുകാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞ് ഇപ്പം പോസ്റ്റ്മോർട്ടത്തിന് മോർച്ചറിയിലുള്ളത്. ഇപ്പം എടുക്കും, ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് പുറത്തോട്ട് എടുക്കും കൂടി. ഇത്രയാണ് കാര്യങ്ങൾ പറയാൻ. 4-ാം തീയതിയാണ് ആദ്യം വരുന്നത് അല്ലേ? പക്ഷെ അന്ന് കാര്യമായൊരു പരിഗണന ഒന്നുമില്ല. 4-ാം തീയതി കാര്യം കാഷ്വാലിറ്റിയിലാണ് അവർ കാണിക്കുന്നത്. കാഷ്വാലിറ്റിയിൽ നിന്നാണ് അവർ പറയുന്നത് നിങ്ങളിന്ന് ഇത് നേരെ ഇത് സൈക്കാട്രിസ്റ്റിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ സൈക്കാട്രി ഓഫീസ് കാണിക്കണം എന്നാണ്. സൈക്കാട്രി ചികിത്സയുമായാണ് മുന്നോട്ട് പോയത്. വേറെ പിന്നീടാണ് അവിടെ വന്നൊരു ഡോക്ടർ വീണ്ടും രോഗം ഇതായപ്പോഴാണ് കാഷ്വാലിറ്റി പോയപ്പോഴാണ് എന്ത് പറയുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നമല്ല, ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അതുകൊണ്ട് ന്യൂറോളജി OPയിൽ പിറ്റേന്ന് കാണുമെന്ന് പറയുന്നത്. അങ്ങനെയാണ് 8-ാം തീയതി ശേഷം എന്ത് ചെയ്യുന്നത്, ന്യൂറോ OP കാണുന്നത്. അന്നേരം തന്നെ ശേഷം അവസാനമാക്കി. അപ്പോൾ തന്നെ അഡ്മിറ്റ് ആക്കി നേരെ ന്യൂറോ ICUയിലേക്കാണ് മാറ്റിയൊരു പേഷ്യൻ്റ്. പിന്നെ ICUയിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ ന്യൂമോണിയ ബാധ വന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് വന്നതാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ മതിയായ സ്റ്റാഫുകളില്ല. കാരണം നമ്മൾ ന്യൂമോണിയ ബാധ വരാതിരിക്കാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ അവിടെ ഇന്നലെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് ICUയിൽ വേണ്ട വിധത്തിലുള്ള സ്റ്റാഫുകളില്ല. ഇപ്പം കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സാണ് രോഗികൾ എന്ത് ചെയ്യുന്നത്, ശുശ്രൂഷിക്കുന്നു, അതിനുവേണ്ട സംഗതികളെല്ലാം ഒരു രോഗിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അവർ കൃത്യമായിട്ട് ഗ്ലൗസോ മാസ്കോ ഒന്നും ഉപയോഗിക്കാണ്ടല്ല അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ വരാതിരിക്കുകയില്ലല്ലോ. ഇൻഫെക്ഷൻ എന്തായാലും സംഭവിക്കും. ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന രോഗമാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനുള്ള ചികിത്സയൊന്നും കാര്യമായി ചികിത്സ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേജ് വിട്ടുപോയ സമയത്തല്ല ഈ രോഗം അവർ കണ്ടുപിടിക്കുന്നത്. അപ്പോഴത്തേക്ക് ബോഡിയിലേക്ക് മരുന്ന് എഫക്റ്റ് ചെയ്യാനുള്ള കഴിവ് ശരീരത്തിനില്ലല്ലോ. പ്രതികരണം ഇല്ലാണ്ടായില്ലേ. എല്ലാ പ്രവർത്തനവും നിലച്ചു ചെയ്യും. അപ്പോൾ അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചു. കാരണം പിന്നെ വലിയ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ. കാരണം അതിനുള്ള ശരീരവും കപ്പാസിറ്റികളൊന്നും എല്ലാം ശരീരം ക്ഷണിച്ചു പോയില്ലേ. ടോം, ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ അവരുടെ രജനിയുടെ ഭർത്താവ് അടക്കമുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അവർക്കൊന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കാരണം അവർ ഈ രോഗിയോടൊപ്പം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി ഉണ്ടായിരുന്നു. ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന ഒരു അസുഖമാണ് അവർക്ക്. അതായത് ഈ ഞരമ്പുകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. പക്ഷേ ഈ രോഗമാണ് എങ്കിൽ പോലും അത് കൃത്യമായി ഈ രോഗമാണ് ഉണ്ടായിരുന്നത് രജനിക്ക് എന്ന് തിരിച്ചറിയാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. ഒപ്പം ആ രോഗത്തിന് കൃത്യമായി ഒരു മരുന്ന് നൽകാൻ കഴിഞ്ഞുമില്ല. ഇത്തരത്തിൽ നമുക്കറിയാം രോഗനിർണയം കൃത്യമായി നടക്കാതെ വരികയും അതിനുള്ള മരുന്നുകൾ നൽകാതെ വരികയും ചെയ്യുമ്പോൾ ശാരീരികമായ അവസ്ഥ അങ്ങേയറ്റം മോശമാവുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. അത്തരത്തിൽ ഈ ശാരീരികാവസ്ഥ അങ്ങേയറ്റം മോശമായ ശേഷമാണ് ഇതിനുള്ള മരുന്ന് നൽകാൻ ആരംഭിച്ചത്. പക്ഷേ ആ ഘട്ടത്തിൽ മരുന്നുകളോട് ശരീരം പ്രതികരിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. വൃക്കകളുടെയും മറ്റുമൊക്കെ പ്രവർത്തനം നിലച്ചു. ഓരോ ശരീരഭാഗങ്ങളുടെയും പ്രവർത്തനം പിന്നീട് നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ്
പ്രശ്നം നടന്നത്, ഒടുവിൽ മരണം സംഭവിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും ഒരുപാട് പേർക്ക് ആശ്രയമാവുന്ന ഒരു ഇടമാണ് മെഡിക്കൽ കോളേജ്. നമുക്കറിയാം കോഴിക്കോടാണ് മെഡിക്കൽ കോളേജെങ്കിലും ഈ ആശുപത്രിയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വയനാട് അടക്കമുള്ള പിന്നോക്ക ജില്ലകളിൽ വയനാടൊക്കെ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അത് തന്നെയാണ് അനീഷ്, ഇതുപോലുള്ള വീഴ്ചകൾ അടിക്കടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നു. പക്ഷേ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും മാധ്യമങ്ങൾ അത് വാർത്തയാക്കും, വലിയ പ്രതിഷേധങ്ങൾ ഉയരും. പക്ഷേ ഈ വീഴ്ച വരുത്തുന്ന ഡോക്ടർമാരെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന സമീപനമാണ് പലപ്പോഴും ആരോഗ്യ വകുപ്പ് സ്വീകരിക്കാറുള്ളത്. ഒരൊറ്റ കേസിൽ പോലും നടപടി സ്വീകരിച്ചതായിട്ട് അറിവില്ല. മാത്രമല്ല നമുക്കറിയാം ഈ ICU പീഡന കേസിലെ പ്രതിയെ പോലും സംരക്ഷിക്കുന്ന സമീപനം, അവിടെ ഇരയാകപ്പെട്ട സ്ത്രീയെ വീണ്ടും വേട്ടയാടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെയും ഈ കേസിലും ഈ രോഗിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലും അത്തരമൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? വെറുമൊരു പ്രഹസനം, നിലവില് ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും പ്രഹസനമായി മാത്രം മാറുന്ന സാഹചര്യമായിരിക്കില്ലേ ഉണ്ടാകാൻ പോവുക? ടോം, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നോക്കിയാൽ പോലും പലതവണയാണ് ഇത്തരം വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഹർഷീനയുടെ കാര്യം പരിഗണിച്ചാൽ കത്രിക ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കുരുങ്ങുകയും അവരതുമായി മാസങ്ങളോളം മല്ലിടേണ്ട അവസ്ഥ വരുന്നു. പിന്നീട് അന്വേഷണ റിപ്പോർട്ട്, പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ കത്രിക മെഡിക്കൽ കോളേജിലെ കത്രികയാണെന്ന് കണ്ടെത്തുന്നു. പിന്നീട് ഈ ഡോക്ടർമാർക്കെതിരെ നടപടികൾ ആരംഭിക്കുന്നു. ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും അർഹമായ ഒരു പരിഗണന അല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരായ ശക്തമായ നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാവുന്നില്ല. മെഡിക്കൽ ബോർഡ് ചേർന്ന ശേഷം തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് വരുമ്പോഴും അത് അംഗീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാവാത്ത അവസ്ഥയിലേക്ക്. പിന്നീടാണ് ഒരു കുട്ടിയുടെ ശസ്ത്രക്രിയ, അതായത് കാലിന് ശസ്ത്രക്രിയക്ക് നടത്താനായി കൈക്ക് ശസ്ത്രക്രിയ നടത്താനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ നാവിന് ശസ്ത്രക്രിയ ചെയ്ത് പുറത്തേക്ക് വിടുന്നത് നമ്മൾ കണ്ടു. ഒപ്പം ഒരുപാടാണ് ഇത്തരത്തിലെ വീഴ്ചകൾ ഈ ആശുപത്രിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ അവർ മറുപടി പറയുന്നത് ഈ ആളുകളുടെ എണ്ണം വല്ലാതെ വരുന്നു, ഈ ആശുപത്രി ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വരുന്നു, അതിനനുസരിച്ചുള്ള ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ജീവനക്കാർ വലിയ സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് എത്തുന്ന രോഗികളെ കൃത്യമായി കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡോക്ടർമാർക്കാണെങ്കിൽ പോലും ഒരു ദിവസം നടത്തുന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം അല്ലെങ്കിൽ അവർക്ക് നോക്കേണ്ട രോഗികളുടെ എണ്ണമൊക്കെ വലിയ തോതിൽ വർദ്ധിക്കുന്നു. അതിനനുസരിച്ച് സ്റ്റാഫുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നില്ല എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ മറുപടിയായി പറയുന്നത്. പക്ഷേ എന്താണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം? അല്ലെങ്കിൽ രോഗികളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുമ്പോൾ ഇതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന് ആനുപാതികമായി സൗകര്യങ്ങൾ മാറ്റേണ്ടത് തികച്ചും സർക്കാരിൻ്റെ കടമയാണ്. സ്ഥിരമായി ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പ്രശ്നമെന്ന് കൃത്യമായി കണ്ടെത്താൻ അധികൃതർ തയ്യാറാവേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു പിഴവ് വരുമ്പോൾ അതിനൊരു അന്വേഷണ നടപടി പ്രഖ്യാപിക്കുന്നു. പിന്നീട് അതിനെ ചൊല്ലിയുള്ള ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിരന്തരമായി ഇങ്ങനെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെ? ഒരു ശാശ്വതമായ പരിഹാരമല്ലേ? ശാശ്വതമായ പരിഹാരമല്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടേഴ്സ് തന്നെ ലഹരി മരുന്നിന് അടിമകളാന്നുള്ളതാണ് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന വിവരങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ ഇത്രയും ദിവസമായി കുട്ടി വെന്റിലേറ്ററിൽ നമ്മൾ ഈ കുട്ടി എത്തുമ്പോൾ തന്നെ കുട്ടി ജീവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് ഇവരെത്തിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെന്റിലേറ്ററിലേക്ക് പോകുന്നത്. വെന്റിലേറ്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ കുട്ടി മരിച്ചു, സംഭവം മരണം തന്നെ സംഭവിച്ചു. പിന്നെ നമ്മളെന്തിനാണ് ഈ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്? ഇതാണ് ടോം. കാരണം എന്തിനാണ് ഈ ആശുപത്രി എന്ന വളരെ മൗലികമായ ചോദ്യമാണ്. കാരണം പണം നൽകി ചികിത്സ തേടുന്ന സ്വകാര്യ ആശുപത്രികളെ പോലൊന്നുമല്ല. ഒരുപാട് പാവങ്ങൾക്ക് നിത്യവരുമാനം പോലുമില്ലാത്ത ആളുകൾക്ക് ആശ്രയമായി മാറേണ്ട ഒരു സ്ഥാപനമാണ്, ഒരു ആതുരാലയമാണ്. അത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതേക്കുറിച്ചുള്ള ഗൗരവമുള്ള ചിന്തകൾ ഇനിയെങ്കിലും സർക്കാർ തലത്തിൽ ഈ 39കാരിയുടെ 3 മക്കളാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 മക്കളാണുള്ളത്. അവരുടെ ഭാവി അല്ലെങ്കിൽ ആ കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി സർക്കാർ ഉത്തരം നൽകുക തന്നെ വേണം കേട്ടോ. യെസ്, വ്യക്തമാണ്. 3 കുട്ടികളാണ് ഇവിടെ ഒരാശുപത്രി അധികൃതരുടെ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം അനാഥനാകുന്ന സാഹചര്യമുണ്ടായത്. ഇത്തരം സംഭവങ്ങൾ അടിക്കടിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നുണ്ട്. അതായത് പാവങ്ങളും സാധാരണക്കാരുമായ രോഗികൾ ചികിത്സയ്ക്കെത്തുന്ന ഒരു മെഡിക്കൽ കോളേജിലെ അവസ്ഥയാണിത്. ഇവിടെ വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ സ്ത്രീയുടെ, ഈ രോഗിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തന്നെ തയ്യാറാകണം. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്.